ഹായ്, ഹർഷക് ഹിയർ. ഫ്രണ്ട്സായിട്ട് നാട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് കൂട്ടത്തിലൊരുത്തൻ ഒരഭിപ്രായം പറഞ്ഞു, ഊട്ടിയിലേക്കൊന്ന് പോയാലോ എന്ന്. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട ഒരു യാത്രയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ യാത്ര. നല്ല ക്ലൈമറ്റാണ് ഊട്ടിയിൽ, ഭയങ്കര തണുപ്പും മഞ്ഞൊക്കെ ഉള്ള സമയമാണെന്നൊക്കെ പറഞ്ഞ് മുർഷിദാണ് ഭയങ്കരമായിട്ട് കൊതിപ്പിച്ചത്. അപ്പോൾ ഏതായാലും ഇറങ്ങാം, ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് വരാമെന്നുള്ള ആ ഒരു മൂഡിൽ മാത്രമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ മഞ്ഞ് മൂടിയ റോട്ടിലൂടെ രാത്രി വളരെ മനോഹരമായിട്ടുള്ള, വളരെ കുളിർമയേകുന്നൊരു യാത്ര. രസകരമായിട്ടുള്ള കുറേ സംസാരങ്ങളും കഥകളും ചിരിയും കളിയും. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 ഇർഷാദുമാരും ഭയങ്കര പാട്ടുകാർ കൂടി ആയതുകൊണ്ട് ഫുൾ പാട്ടും. സാധാരണ ഊട്ടി യാത്രകളിൽ നമ്മൾ സ്ഥിരമായി കാണാറുള്ള 1-2 പാർക്കുകൾ, ഒരു ഫ്ലവർ ഷോ, അങ്ങനെ കുറച്ച് സ്പോട്ടുകൾ മാത്രമാണുള്ളത്. ഈ പ്രാവശ്യം വെറുതെ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഉണ്ടായ ഒരു യാത്ര ആയതുകൊണ്ടാണോയെന്നറിയില്ല, വഴിയിൽ വെച്ചൊരു ആളോട് ചോദിച്ച സമയത്ത് ഇങ്ങനൊരു വ്യൂ പോയിൻറ്റിനെ കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ യാത്ര ആ വ്യൂ പോയിൻറ്റിലേക്കായി. അപ്പോൾ ഭയങ്കര രസമെന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടൊരു യാത്ര. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ റൂട്ടിൽ പോകുന്ന ഈ വഴിയിലുള്ള കാഴ്ചകളാണ്. വ്യൂ പോയിൻറ്റിനേക്കാളൊരു പക്ഷേ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ കാറ്റുകൾ വീശുമ്പോൾ അതോടൊപ്പം നമ്മുടെ മനസ്സും ശരീരത്തെപ്പോലെ കുളിർക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര രസകരമായിട്ടുള്ളൊരു യാത്ര, രസകരമായിട്ടുള്ളൊരു റൂട്ട്. എന്തുതന്നെയായാലും അപ്പം കാണിച്ചു തന്ന വഴി വളരെ മനോഹരവും വ്യത്യസ്തവും തന്നെയായിരുന്നു. ഇതിലുള്ള മെയിനായിട്ടുള്ളൊരു വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ എണ്ണം കിടന്ന് ഉറങ്ങും, കുറച്ച് പേര് ഡ്രൈവ് ചെയ്യാനും. അങ്ങനെ ഒരു വലിയ സത്യം ഇങ്ങനത്തെ അൺപ്ലാൻഡ് ട്രിപ്പിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെന്താ പറയുക, കുറേ പാട്ടൊക്കെ പാടി വൈബാക്കി ഓരോരുത്തരെ ഉണർത്തി, പിന്നെ കുറേ ആൾക്കാർ നീരാവും, കുരു പൊട്ടുന്നു, ഇങ്ങനെ എന്തെല്ലാം അതിൻ്റെ ഇടയിൽ കടന്നു പോകണമെന്നറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ റൂട്ടിൽ കൂടിയുള്ള ട്രാവൽ ഒരു രക്ഷയില്ല കേട്ടോ. ഗ്രാമങ്ങൾ ഇങ്ങനെ കാണുന്നതും പച്ചപ്പും. സാധാരണ നമുക്ക് എപ്പോഴും ഇതിലൊക്കെ പാസ് ചെയ്യുമ്പോൾ ഫുൾ മഞ്ഞ് മൂടിയൊരു സെറ്റപ്പല്ലേ കിട്ടുക. ഇത് ഇങ്ങനെ ഈ ഒരു സൂര്യപ്രകാശം എന്താ പറയുക തുറന്നു കണ്ടുള്ളൊരു യാത്ര ഭയങ്കര രസം തന്നെയായിരുന്നു. എന്തപ്പോൾ പറയുക, സാധാരണ മഞ്ഞും മഴയും ആ ഒരു സെറ്റപ്പ് എന്നൊക്കെ മാറിയിട്ട് ഒക്കെ തെളിഞ്ഞ് പച്ചപ്പൊക്കെ ഇങ്ങനെ കാണാനും ഇങ്ങനത്തെ ഒഴിഞ്ഞൊരു യാത്ര എന്തായാലും ഭയങ്കര രസമായിരുന്നു. അടിപൊളിയായി, ഭയങ്കര ഒരു അനുഭവം തന്നെ, വ്യത്യസ്തം തന്നെ. ശിശിരകാലം പതിവ് പോലെ തന്നെ ഈ യാത്രയിലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ടീം യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിൽ തന്നെ കയറിയിട്ട് നമുക്ക് ഏറ്റവും നാവിന് രുചിയുള്ള നോൺ വെജ് ഫുഡ് തന്നെ സെലക്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇർഷുവിൻ്റെ ഒരു സ്വഭാവം കൂടിയാണത്. അപ്പോൾ എന്തായാലും ഒരേ വൈബ് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഫുഡ് പ്രിയർ കൂടി ആയതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. രാത്രിയൊക്കെ ഭയങ്കര ക്ലൗഡി ആയിട്ട് ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിയ രീതിയിലുള്ളൊരു കാലാവസ്ഥയായിരുന്നു. എന്നാൽ പകൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സൂര്യൻ്റെ സാന്നിധ്യം നന്നായിട്ടുണ്ടായിരുന്നു. സന്ധ്യയാവും തോറും ഇങ്ങനെ ഇരുട്ടി വരുന്നു. അതുപോലെ തന്നെ മഞ്ഞ് തരി പോലും ഇല്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അന്ന് ഊട്ടിയിൽ മുഴുവനായിട്ടും. പക്ഷെ അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകൾ തെളിഞ്ഞ ഒരു സൂര്യൻ്റെ പ്രകാശത്തിൽ നല്ല രീതിയിൽ കാണാൻ പറ്റി. മാത്രമല്ല ഈ വെയിലിൻ്റെ ഒരു സാന്നിധ്യം കാണുന്ന പോലെയല്ല, നല്ല തണുപ്പായിരുന്നു കാലാവസ്ഥ. പിന്നെ ഞാൻ കുറേ സൺറൂഫിലൊക്കെ കയറി കുറേ എക്സ്പ്രഷൻ ഇട്ട് നിൽക്കാനൊക്കെ ശ്രമിച്ചു. ഭയങ്കര ഇങ്ങനെ ട്രാവൽ മൂഡ് എക്സ്പ്രഷനൊക്കെ ഇടാൻ നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, നല്ല അസഹ്യമായ തണുപ്പ് എന്ന് തന്നെ പറയാം. സൺറൂഫിൽ കയറി നിൽക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞ് അയ്യോ ഒന്നും പറയണ്ട. അതിനിടയിലൂടെ ഇർഷു തലയിട്ടൊരു ഹായ് കൊടുക്കുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു ആ ഒരു മൊമെൻ്റൊക്കെ. ഭയങ്കര തണുപ്പുള്ള അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. സൺറൂഫിലൊക്കെ കയറി നിന്ന് നല്ല സൂര്യൻ്റെ ഇളം വെയിലും ഭയങ്കരമായിട്ടുള്ള തണുപ്പും. അങ്ങനെ ഫൈനലി ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി, നമ്മുടെ വ്യൂ പോയിൻറ്റിലെത്തി. ചിലപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും ഈ വ്യൂ പോയിൻ്റ് പേര് അറിയുന്നുണ്ടാവും, പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കെപ്പോഴും ഇതിൻ്റെ പേരറിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഞങ്ങളവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉള്ളൊരു ബാൽക്കണി സെറ്റപ്പിൽ കയറി നിന്ന് നല്ല ലോങ്ങായിട്ട്
കുറേ വ്യൂസ് കണ്ടു, കുറേ വീഡിയോസ് എടുത്തു. ഊട്ടിയിൽ നമ്മളാരും കണ്ടെത്താത്ത കുറേ പേര് പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം ആയിരുന്നു അവിടെ. ഈ ഒരു വ്യൂ പോയിൻ്റ് ഭയങ്കര രസമായിരുന്നു. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു വ്യൂ കിട്ടി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തെളിഞ്ഞ അവസ്ഥ കൂടി ആയതുകൊണ്ട് നല്ല വ്യൂ കിട്ടി, അടിപൊളിയായി. അവിടെ വെച്ച് ഞങ്ങൾ കുറേ പാട്ടൊക്കെ പാടി. വ്യൂ പോയിന്റിൽ വെച്ച് പരിചയപ്പെട്ട മറ്റൊരു കൂട്ടം സുഹൃത്തുക്കളെ ഞങ്ങളുടെ കൂടി സുഹൃത്തുക്കളാക്കി. അവരുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി കുറേ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു കുതിരക്കുട്ടനെ കണ്ടു. പിന്നെ രാത്രി ആയപ്പോഴേക്കും നല്ലൊരു കാട്ടിയെ കണ്ടു. അങ്ങനെ 1-2 കുറച്ച് മൃഗങ്ങളെ കണ്ടു. പിന്നെ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ച് വീണ്ടും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഒരു നൈറ്റ് റൈഡ് തിരിച്ചു പോന്നു. നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇത്തരത്തിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള കുറേ ട്രിപ്പുകൾ ഉണ്ടാവില്ലേ? അതെവിടേക്കായിരുന്നു, അനുഭവം എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റിൽ നിങ്ങളൊന്ന്